ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ വന്നിട്ടുള്ളത്, ഞാൻ യൂട്യൂബിനകത്ത് വൈകുന്നേരം സ്ക്രോൾ ചെയ്ത് പോകുന്നതിനിടയ്ക്ക് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കേരളത്തിലെ പെൺപിള്ളേർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ നടക്കുന്ന ഒരു മാന്യനായ വ്യക്തി, ആ വ്യക്തിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് സൈഡിൽ പറയുന്നത്. ആ ശുനകൻ്റെ മോൾ വാലാട്ടി അടക്കം എന്ന ശുനകൻ്റെ മോൾ മറ്റേ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പിച്ച ഇതിട്ട് കൊടുത്താൽ മതി. പിച്ചക്കാശ് അല്ലെ, കാശല്ല, ഭക്ഷണം ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നക്കി 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 എടുക്കും. ആ നക്കി ശുനകൻ്റെ മോൾ. അപ്പോൾ ആ ശുനകൻ്റെ മോളുടെ ശുനകൻ്റെ മോൾ എന്തായാലും ഒരു കാര്യം ചെയ്യും. അപ്പൊ ഇതിൽ ഈ വ്യക്തി പറയുന്നത്, പേര് പറയാതെ ആരാണ് ആ പെൺകുട്ടി എന്ന് മെൻഷൻ ചെയ്യാതെ, ഒരു ശുനകന്റെ മകൾ എന്നാണ് ഈ വ്യക്തി ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത് ആരാണിപ്പോ സംഭവം, ഇത് ആരാ ഈ ശുനകന്റെ മകൾ? കേരളത്തിലെ പെൺപിള്ളേർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ നടക്കുന്ന ഒരു മാന്യനാണ് താനും. ആ മാന്യന്റെ വായിൽ നിന്നാണ് പെൺവർഗത്തെ മൊത്തം ആക്ഷേപിക്കുന്ന രീതിയിൽ, ശുനകൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നായ അല്ലെങ്കിൽ പട്ടി, ഡോഗ് എന്നൊക്കെ പറയാം. അപ്പോൾ നായിന്റെ മോളെ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ കേരളത്തിലെ പെൺപിള്ളേരെ മൊത്തം ആക്ഷേപിക്കുന്ന പോലെ എനിക്ക് തോന്നി. കാരണം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല ആരാണെന്ന്. മൊത്തത്തിൽ ശുനകന്റെ മകളെന്ന് ഈ വ്യക്തി പറഞ്ഞിട്ടുള്ളൂ. ഈ വ്യക്തിയാണെങ്കിൽ കേരളത്തിലെ പെൺപിള്ളേർക്ക് മുഴുവൻ നീതി കിട്ടണം എന്ന് പറഞ്ഞു നടക്കുന്ന കൂട്ടത്തിലെ ഒരു അംഗമാണ്, മാന്യനായ ഒരു അംഗമാണ് ഈ വ്യക്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തിന്റെ കൂടെ നടക്കുന്ന രണ്ട് സ്ത്രീകൾ, അവരെ സ്ത്രീ സമത്വത്തിനും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാനും എല്ലാം വേണ്ടി ഓടി നടത്തി ഏതറ്റവും വരെ പോകുന്ന രണ്ട് സ്ത്രീകളാണ്. അപ്പൊ ആ സ്ത്രീകൾ, അവരുടെ കൂട്ടത്തിൽ ഒരാൾ സ്ത്രീകളെ തന്നെ മൊത്തം ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഇവരെന്തുകൊണ്ട് ഈ കാര്യം പരാമർശിക്കുന്നില്ല എന്നാണ് എന്റെ ചോദ്യം. അല്ലേ ശുനകന്റെ മോളെ? അപ്പൊ ശുനകന്റെ അടുത്ത് തന്നെ പറയണം, അങ്ങനെ ഒരുത്തൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരുത്തനേ ഉള്ളെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പല ആൾക്കാരുടെ അടുത്ത് പറയണം കേട്ടാ ശുനകന്റെ മോളെ. ഞാൻ ഇപ്പോഴാണ് വീഡിയോ ടൈറ്റിൽ മാത്രമേ. താങ്കളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയാണ്, ബയോളജിക്കലി ഒരു കുട്ടിക്ക്, അത് ആണായാലും പെണ്ണായാലും, ഒരു കുട്ടിക്ക് ഒരു തന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഒരച്ഛൻ മാത്രമേ ഒരു കുട്ടിക്ക് ഉണ്ടാവുള്ളൂ, ആണായാലും പെണ്ണായാലും. പിന്നെ നമ്മൾ ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ഡോക്ടറിനെയും നേഴ്സിനെയൊക്കെ തപ്പി നടക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങനത്തെ കുറച്ച് അറിവുകളൊക്കെ നേടി വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. പിന്നെ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ നീ ജീവിക്കുന്നതും ജീവിച്ചു വന്നതുമായ സിറ്റുവേഷൻസ് ഒക്കെ ചിലപ്പോൾ അതുപോലെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നീ കൺഫ്യൂഷനായി പോയതായിരിക്കും. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിനക്ക് അറിവിന് വേണ്ടി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് കേട്ടോ. ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീനെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ സമൂഹത്തിലാണെങ്കിൽ ഒരുപാട് കൊലപാതകികളായിട്ടുള്ള സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തെ മൊത്തം തെറി വിളിച്ച് ആക്ഷേപിക്കുന്ന സ്ത്രീകളുണ്ട്. ഇങ്ങനെയുള്ള സ്ത്രീകളെ പറ്റിയൊന്നും ഈ രീതിയിൽ സംസാരിക്കുന്നതിൽ വലിയ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നിരപരാധികളായ സ്ത്രീകളെ, ഒരു തെറ്റും ചെയ്യാതെ സമൂഹത്തിൽ തിന്മ കണ്ടു കഴിഞ്ഞാൽ വിമർശിക്കുന്ന സ്ത്രീകളെ ഈ രീതിയിൽ അടച്ചാക്ഷേപിക്കുന്നത് തെറ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനിങ്ങനെ യൂട്യൂബിനകത്ത് സ്ക്രോൾ ചെയ്ത് പോയ സമയത്താണ് ഈ ഒരു വീഡിയോ കണ്ടത്. അപ്പൊ പുള്ളിക്കാരൻ അതിനകത്ത് പറയുന്നത് ഒരു ശുനകന്റെ മകൾ എന്നാണ്. മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടി, ഭാര്യ, സഹോദരി ആരും ആവാമല്ലോ. നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും, ഇനി കേരളത്തിന് പുറത്താണെങ്കിൽ പോലും, ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഒരുപാട് ലേഡീസ് ഉണ്ട്. അപ്പൊ ആരെയാണ് ഇവ മെൻഷൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇല്ലേ പിന്നെ അവൻ സ്പെസിഫൈ ചെയ്ത് ഇന്ന വ്യക്തി എന്ന് പറയണമായിരുന്നു. അങ്ങനെ പറയാതെ മൊത്തത്തിൽ സ്ത്രീവർഗത്തെ മുഴുവൻ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ താങ്കളോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങളിപ്പം ശുനകന്റെ മകൾ എന്ന് വിളിക്കുന്ന വ്യക്തി ആര് തന്നെ ആയാലും, ആ പെൺകുട്ടിക്ക് ഒരു അച്ഛനും അമ്മയും സഹോദരങ്ങളും സഹോദരിമാരും കൊച്ചപ്പന്മാരും കിച്ചപ്പന്മാരും എല്ലാവരും ഉണ്ടാവും. ഇവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടാവും. നാളെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനൊരു തിരിച്ചടി കിട്ടിയെന്നും വരാം. പിന്നെ ഈ പെൺകുട്ടിയുടെ പിന്നെ വേറൊരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതിനുള്ള തിരിച്ചടി കിട്ടിയിരിക്കും. എപ്പോഴും സത്യത്തിന്റെ ഭാഗത്ത് മാത്രമേ ദൈവം ഉണ്ടാവുള്ളൂ. ദൈവവും അതുപോലെ തന്നെ ജനങ്ങളും സത്യത്തിന്റെ കൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ നിങ്ങളിപ്പം ശുനകന്റെ മകൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ആ പെൺകുട്ടി ആര് തന്നെ ആയാലും, അവളുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ ദൈവം അവളുടെ കൂടെ ഉണ്ടാവും, അതുപോലെ തന്നെ ജനങ്ങളും.